ഇലക്ഷൻ്റെ അന്ന് ഇതുപോലെ പെട്ടെന്നൊരു സഡനായിട്ടുള്ളൊരു തലവേദന വന്നതാണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാതെ ഛർദിലൊക്കെ ആയിട്ട് പിന്നെ ഫെസിലിറ്റി നോക്കി നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് പ്രിഫർ ചെയ്തതാണ്. ഇതിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജെയിംസ് സാറിനെ ദൈവത്തെ കഴിയെ ജെയിംസ് സാറിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറായത്. സാറ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നിയത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റ് ഇത്രയും വലിയൊരു പ്രൊസീജിയർ കഴിയുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു അപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ നഴ്സിംഗ് സ്റ്റാഫിനെ ഉൾപ്പെടെ നമ്മൾ അഭിനന്ദിച്ചാലേ പറ്റൂ. കാരണം അവർ നമ്മുടെ ഒറ്റ വിളിക്ക് ഒരു കോളിംഗ് ബെല്ലിനകത്ത് അവർ നമ്മുടെ തോടി വരികയാണ്. ആ പരിചരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഇത് ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പൊട്ടാനുള്ള സാധ്യതയും വളരെ ഹൈ ആണ്. ഏകദേശം 60% ചാൻസസ് ഉണ്ട് വീണ്ടും ഇത് പൊട്ടാൻ. വീണ്ടും റീബ്ലീഡ് ആയി കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഏർലി ആയിട്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഏർലി ആയിട്ട് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ മോർട്ടാലിറ്റി ആസ് വെൽ എന്ന് വെച്ചാൽ ജീവനെയും ആസ് വെൽ ആസ് പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞങ്ങൾ ഉമ്മായിക്ക് അന്യൂറിസം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് നമ്മളിവിടെ എത്തുന്നത്. അത് ഇലക്ഷൻ്റെ അന്ന് ഇതുപോലെ പെട്ടെന്നൊരു സഡനായിട്ടുള്ളൊരു തലവേദന വന്നതാണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാതെ ഛർദിലൊക്കെ ആയിട്ട് പിന്നെ ഫെസിലിറ്റി നോക്കി നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് പ്രിഫർ ചെയ്തതാണ്. ഇവിടെ വന്നപ്പം ശ്രീനാഥ് സാറിൻ്റെ പേഷ്യൻ്റായിട്ടാണ് അഡ്മിറ്റ് ആയത്. അങ്ങനെ CT എടുത്തു, CT ആൻജിയോഗ്രാം ചെയ്തു. അപ്പോഴാണ് അന്യൂറിസമാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ പിന്നെ ജെയിംസ് സാറിനോട് സംസാരിച്ചപ്പം പേഷ്യൻറ്റിന് എത്ര ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതുമാത്രമല്ല നമുക്ക് നേരത്തെ വീട്ടിൽ തന്നെ 2 അനുഭവങ്ങളുണ്ടായിരുന്നു. അന്യൂറിസം വന്നിട്ട് എൻ്റെ ഒരു ബ്രദർ തന്നെ പെട്ടെന്ന് സഡനായിട്ട് ഒറ്റ ദിവസത്തിന് മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡും ഇതേപോലെ ഒരു അവസ്ഥയെ ഫേസ് ചെയ്തിട്ട് 15 ദിവസം കോമ സ്റ്റേജിലായിരുന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അത് കണ്ണ് തുറക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജെയിംസ് സാറിനെ ദൈവത്തെ കഴിയെ ജെയിംസ് സാറിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറായത്. സാറ് ക്ലിപ്പിംഗ് ഉണ്ട്, കീ ഹോളുണ്ട്, കോയിലിംഗ് ഉണ്ട്. ഇത്രയും ടെക്നോളജിയാണ് ഇതിന് നിലവിലുള്ളതെന്ന് സാറ് പറഞ്ഞു തന്നു. പക്ഷേ ഉമ്മച്ചിയുടെ CTയിലെ കണ്ടീഷൻ അനുസരിച്ച് ഒരു വെയിനിന് ചുരുങ്ങലുണ്ടായിരുന്നതുകൊണ്ട് മറ്റുള്ള ടെക്നിക്കുകളൊന്നും ഫലപ്രദമാവില്ല എന്നും കോയിലിംഗ് ആണ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡെന്നും സാറ് പറഞ്ഞു. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും റിസ്ക് ആണെന്നുള്ള രീതി നമ്മൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സാർ ഇതിനകത്തോട്ട് വന്നത്. നമ്മൾ എല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് സാറിനെ ട്രസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ഇത് ചെയ്തത്. സാറിനെ പറ്റി ആദ്യം ഒന്ന് തിരക്കുന്നത്, കാരണം നമ്മളൊരു കേസ് എടുക്കുമ്പം അതിനെപ്പറ്റി എല്ലാ തലങ്ങളും നോക്കണം. പക്ഷേ ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള സമയം യഥാർത്ഥത്തിൽ കിട്ടിയില്ല. അതായത് ഇലക്ഷൻ്റെ അന്ന് ഉച്ചയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പെട്ടെന്ന് തലവേദന വരിക, പിന്നെ ഛർദിൽ. അപ്പം പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചില്ല. എമർജൻസി സിറ്റുവേഷനിൽ സാർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എന്തൊക്കെയാണ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങളാണ്, എന്നതാണ് ഞാൻ ചെയ്യുന്നത്, 3 മണിക്കൂർ ടൈം എടുക്കും, ഒക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടാണ് സാർ ഇത് സർജറി സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നിയത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റ് ഇത്രയും വലിയൊരു പ്രൊസീജിയർ കഴിയുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു അപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച വരെയും ICUലായിരുന്നു. ഓരോ കണ്ടീഷനുകളിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ക്ഷീണം വരികയും ഛർദിൽ, പല രീതിയിലുള്ള ഛർദിലുകൾ, അങ്ങനെയൊക്കെ വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾക്കുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം ഈ ഡോക്ടേഴ്സിൻ്റെ ഇൻറ്റൻസ് കെയറാണ് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം. അവർ ICUള്ള പേഷ്യൻറ്റിനെ 2 തവണ മാത്രമേ 2 ആൾക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. സാർ അപ്പം തന്നെ വിശദമായിട്ട് എന്താണ് കണ്ടീഷൻ, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് നമ്മളെ സംബന്ധിച്ചോളം പിന്നെ ഇപ്പം ICU കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ സാർ അത് എന്താണ് കാര്യം, വിഷ്ണു സാറാണെങ്കിലും ശ്രീനാഥ് സാറാണെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് ഓരോ സാഹചര്യങ്ങളെ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നെ റൂമിലോട്ട് മാറ്റിയപ്പോഴും അവരുടെ ശ്രദ്ധയെന്ന് പറയുന്നത് പിന്നെ നമുക്ക് എടുത്ത് പറയത്തക്ക രീതിയിലുള്ളതാണ്. എന്ന് വെച്ചാൽ രാവിലെ ജൂനിയർ ഡോക്ടേഴ്സിനെ വിടും, പിന്നെ ശ്രീനാഥ് സാറോ വിഷ്ണു സാറോ വരും, ജെയിംസ് സാറോ എല്ലാ ടൈമിലും ഒരു ക്ലോസ് വാച്ചിങ് ആണ്. അപ്പോൾ അതായത് പേഷ്യൻ്റെ കണ്ടീഷൻ ഒന്ന് ഡൗൺ ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു CT എടുത്ത് നോക്കിയിട്ട് എന്താണ് അപ്പോഴത്തെ അവസ്ഥ, അതനുസരിച്ച് മെഡിസിനെ അവർ ചേഞ്ച് ചെയ്യും. അപ്പം ബെറ്റർ ആവുന്നുണ്ടോ ഓരോ നമ്മുടെ ഇവിടെ നഴ്സിംഗ് സ്റ്റാഫിനെ ഉൾപ്പെടെ നമ്മൾ അഭിനന്ദിച്ചാലേ പറ്റൂ. കാരണം അവർ നമ്മുടെ ഒറ്റ വിളിക്ക് ഒരു കോളിംഗ് ബെല്ലിനകത്ത് അവർ നമ്മുടെ തോടി വരികയാണ്. ആ പരിചരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ICUലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു മൃദുവായ സമീപനം, അതായത് നമ്മളോട് സഹിഷ്ണുതയോടെയുള്ള ഒരു സമീപനം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യപ്പെടുന്ന, അതായത് ആ നീഡ്ഫുള്ളായിട്ടുള്ളൊരു ടൈമാണ്. ആ സമയത്ത് നല്ല കെയർ തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും മിച്ചയുടെ അവസ്ഥ ഇന്നിപ്പം 21 days ആയി. 21 days ആണ് സാറ് സമയം പറഞ്ഞിരുന്നത്. അതിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, നമ്മളെപ്പോഴും കരുതിയിരിക്കുക എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഓരോ സമയത്തും. അപ്പം രാവിലെ 4 മണിക്ക് തുടങ്ങുന്നതാണ് ഇവിടുത്തെ ടീം വർക്ക് എന്ന് പറയുന്നത്. ഓരോ സമയത്തും വന്ന് ബ്ലഡ് എടുക്കുക, പ്രഷർ ചെക്ക് ചെയ്യുക, ഇതെല്ലാം ആ ഓരോ വേരിയേഷൻ അനുസരിച്ചും അപ്പോഴേ തന്നെ റെമഡിയാണ്. അപ്പോഴേ ഡോക്ടേഴ്സ് തന്നെ നമ്മുടെ റൂമിൽ വരും. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും അതിനനുസരിച്ച് രോഗിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്തു. 2 ഡോക്ടേഴ്സ് വന്ന് നല്ലപോലെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരുടെ സ്നേഹപൂർവമായ പരിചരണം, കാരണം എഴുന്നേക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. ഇപ്പം എണീച്ച് ഇരിക്കുന്നതെന്ന് വെച്ചാൽ തനിയെയല്ല, നമ്മുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ. അപ്പോൾ ആ കാര്യങ്ങൾ അവരുടെയും കൂടെ ഹെൽപ്പ് അതിനകത്തുണ്ട്. നാളത്തെ ഒരു CTയും കൂടെ എടുത്തിട്ട് എന്താവും, അപ്പോൾ ഹൈഡ്രോസിൽ ആ ഒരു സംഭവം കൂടെ എൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ അത് ബ്രെയിനിൽ ഹോളിട്ട് ആ നീർക്കെട്ട് കളയേണ്ട ഒരു അവസ്ഥ ചിലപ്പം വേണ്ടി വരും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നില്ല. അതനുസരിച്ച് മരുന്നുകൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരികയാണ്. നാളത്തെ CTയും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമ്മളെ നടത്തി അതിന് സന്തോഷം അറിയിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ജെയ്മി എബ്രഹാം, കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്, ഡോക്ടർ KM ചെറിയൻ ഹോസ്പിറ്റൽ, കല്ലിശ്ശേരി. ഇപ്പോൾ കണ്ട വീഡിയോയിലെ പേഷ്യൻറ്റ് April 9 നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. പേഷ്യൻ്റ് വന്നത് നല്ല കഠിനമായ തലവേദനയും ഛർദിലുമായിട്ടായിരുന്നു വന്നത്. CT സ്കാൻ ഉടനെ എടുത്തപ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, SAH എന്ന് പറയും. സാധാരണഗതിയിൽ ഇങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് ഉണ്ടായേ എന്ന കാരണം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ പേഷ്യൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചത് ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് വെസലിൽ ചെറിയൊരു കുമിള പോലെ വന്നിട്ട് അത് പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടായതായിരുന്നു. ഉടനെ തന്നെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റും ഇൻ്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും അസോസിയേറ്റ് ചെയ്ത് ഈ പേഷ്യൻറ്റിന് കോയിലിംഗ് എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, എൻഡോവാസ്കുലർ അന്യൂറസ്മൽ കോയിലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഓഫർ ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ കുമിള വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 25 to 50% ആൾക്കാരും ഹോസ്പിറ്റലിൽ പോലും എത്താണ്ട് എവിടെയാണോ ഇത് പൊട്ടുന്നത് അവിടെ കുഴഞ്ഞു വീണ് മരിക്കാനാണ് ചാൻസസ് കൂടുതലും. ഇത് ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പൊട്ടാനുള്ള സാധ്യതയും വളരെ ഹൈ ആണ്. ഏകദേശം 60% ചാൻസസ് ഉണ്ട് വീണ്ടും ഇത് പൊട്ടാൻ. വീണ്ടും റീബ്ലീഡ് ആയി കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഏർലി ആയിട്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഏർലി ആയിട്ട് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ മോർട്ടാലിറ്റി ആസ് വെൽ എന്ന് വെച്ചാൽ ജീവനെയും ആസ് വെൽ ആസ് പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. 9 പേഷ്യൻറ്റ് വന്ന് നമ്മൾ എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം വിത്തിൻ ഫ്യൂ അവേഴ്സ് തന്നെ പ്രൊസീജിയർ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തിരുന്നു. ഇത് തൊടയുടെ സൈഡിലുള്ള ബ്ലഡ് വെസലിൽ ചെറിയൊരു സൂചി കുത്തി ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ കുമിളയുടെ ഉള്ളിലോട്ട് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിൽ മെറ്റൽ കോയിൽസ് ഇട്ട് ഇതിനെ നിറച്ച് ഈ ബ്ലീഡിങ് പോയിൻറ്റ് നമ്മൾ ബ്ലോക്ക് ഓഫ് ചെയ്തു. നോർമൽ ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ചെയ്യാണ്ട് ഈ അബ്നോർമലായിട്ടുള്ള ഈ കുമിളേനെ മാത്രം നമ്മൾ ബ്ലോക്ക് ഓഫ് ചെയ്തു. ഇതൊരു സർജറി അല്ല, അതുകൊണ്ട് വലിയൊരു മുറിവില്ല. പേഷ്യൻ്റെ ദേഹത്ത് വേറെ സ്റ്റിച്ചസോ വേറെ കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നില്ല.
പേഷ്യൻറ്റ് ICU മിനിമൽ സ്റ്റേ മാത്രം വേണ്ടി വന്നുള്ളൂ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ പേഷ്യൻറ്റിന് ഇല്ല. ഈ കുമിള പൊട്ടി ബ്ലീഡിങ് ആവുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ ചികിത്സ ചെയ്തില്ല എന്നാണെങ്കിൽ ഏകദേശം 30 to 50% പേഷ്യൻസിന് പോലും ജീവന് വരെ ആപത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുമൂലം ഉണ്ടാവുന്ന ബ്ലഡ്, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബ്ലഡ് വലിഞ്ഞു പോകുന്ന സമയം 21 ദിവസം വരെ ക്രിട്ടിക്കൽ ടൈം പീരീഡാണ്. ആ ടൈം പീരീഡിൽ പോലെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, വേസോസ്പാസം എന്ന് പറയും, ആ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വരെ വരാനും അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ബ്രെയിനിൽ ബ്ലീഡിങ് വരുന്ന പേഷ്യൻസിനെ എത്രയും നേരത്തെ ചികിത്സിക്കുന്നു അത്രയും നേരത്തെ നല്ല റിസൾട്ട്സ് നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും.